നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുമായി നടത്തിയ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ മണലൂരിന് വേണ്ടി മാത്രമായൊരു പ്രത്യേക മാനിഫെസ്റ്റോ തയ്യാറാക്കിയിരിക്കുകയാണ്. ആ മാനിഫെസ്റ്റോടൊപ്പം തന്നെ അടുത്ത 10 മാസ കാലയളവിനുള്ളിൽ ആരംഭം കുറിക്കുന്ന 10 ഗ്യാരണ്ടി കൂടി മണലൂരിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സന്ദർഭം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP നാളെ രാവിലെ 10 മണിക്ക് പാവർട്ടിയിൽ വെച്ച് മണലൂരിന്റെ മാനിഫെസ്റ്റോയും മണലൂരിലെ ജനങ്ങൾക്കുള്ള 10 ഗ്യാരണ്ടികളും പൊതുസമൂഹത്തിനായി സമർപ്പിക്കും. കേരളത്തിൽ ഇതിന് മുൻപ് ഒരു നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് 10 ഗ്യാരണ്ടി ഒരു സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ചിട്ടില്ല. ഞാൻ തന്നെ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു പാർലമെന്റ് ഇലക്ഷൻ മത്സരിച്ചിട്ടുള്ള ആളാണ്. നിരവധി തെരഞ്ഞെടുപ്പുകളിൽ നേതൃത്വപരമായ പങ്ക് വിദ്യാർത്ഥി പ്രവർത്തകരായിട്ടുള്ള കാലം മുതൽ നിർവഹിച്ചിട്ടുണ്ട്. ഒരു മുന്നണിയുടെയും സ്ഥാനാർത്ഥികളിൽ ഗ്യാരണ്ടി പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷക്കാലമായി മണലൂരിൽ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് പല കാര്യങ്ങളും നടന്നിട്ടില്ല എന്നുള്ള പരാതിയും പരിഭവവും നിലനിൽക്കുന്നത് കൊണ്ട് 20 വർഷക്കാലം പാർലമെന്ററി രാഷ്ട്രീയത്തിലെ അനുഭവം പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലും ലോക്കൽ ബോഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച പരിചയമുള്ളതുകൊണ്ടും പ്രായോഗികമായി നടത്താൻ കഴിയുന്ന കാര്യങ്ങളാണ് ആദ്യത്തെ 10 ഗ്യാരണ്ടിയായി സമർപ്പിക്കുന്നത്. ഈ 10 ഗ്യാരണ്ടികൾ അടുത്ത 10 മാസത്തിനുള്ളിൽ ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന അന്ന് മുതൽ 10 മാസം തികയുന്ന കാലത്തിനിടയിൽ ഇതിൽ പറയുന്ന 10 ഗ്യാരണ്ടികളും തുടക്കം കുറിക്കും. പൂർത്തിയാകല്ല, തുടക്കം കുറിക്കും. അതോടൊപ്പം മണലൂരിലെ ജനങ്ങളുമായി നടത്തിയ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ് ഈ മണലൂരിൽ ഒരു മാനിഫെസ്റ്റോ. ഈ മാനിഫെസ്റ്റോയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ് കുടിവെള്ള പ്രശ്നം, നെൽകൃഷിക്കാരുടെ പ്രശ്നം, ഓടുജലം ഉപ്പുജലം വന്ന് ശുദ്ധജല സ്രോതസ്സുകളെല്ലാം നാമാവശേഷമായതിന്റെ പ്രശ്നം, സമയാസമയങ്ങളിൽ വെള്ളം ലഭിക്കാതെ കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്തതിന്റെ പ്രശ്നം, വാടാനപ്പള്ളി കാഞ്ഞാണി അരിമ്പൂർ സംസ്ഥാന പാതയുടെ നിശ്ചലാവസ്ഥ, കേച്ചേരി നഗരത്തിൽ ടൗണിലെ ഗതാഗത കുരുക്ക്, ഇങ്ങനെ തുടങ്ങി വളരെ പ്രായോഗികമായി ശ്രമം നടത്തിയാൽ പ്രാവർത്തികമാക്കാവുന്ന വിഷയങ്ങളടക്കം ഈ മാനിഫെസ്റ്റോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ജനങ്ങളുടെ മുന്നിൽ നാളെ സമർപ്പിക്കുന്നത്. വെറുതെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ളതല്ല. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും, ഏത് നിലയിൽ ചെയ്യാൻ കഴിയും എന്നുള്ളത് തീർച്ചയായും ഇതിൽ വ്യക്തമാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികൾ വർദ്ധിച്ചു വരിക, ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ എണ്ണം കൂടി വരിക. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വളരെ പ്രയാസകരമാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. മദർ തെരേസയുടെ നാമത്തിൽ മണലൂർ നിയോജക മണ്ഡലത്തിൽ ഒരു ഡയാലിസിസ് യൂണിറ്റ് പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്ന യൂണിറ്റ് 10 മാസത്തിനുള്ളിൽ ആരംഭിക്കും. ഇതേപോലെ തന്നെയാണ് മരുന്നിന് ഏറ്റവും കൂടുതൽ ചിലവുള്ളത് ചികിത്സിക്കുകയാണ്. മരുന്ന് എന്ന് പറഞ്ഞാൽ പ്രയാസകരമാണ്. നമ്മുടെ നാട്ടിൻപുറത്തെ സാധാരണക്കാരനൊന്നും ഇൻഷുറൻസ് ഉള്ള ആളുകളല്ല. സർക്കാർ ജീവനക്കാർക്കോ മറ്റുള്ളവർക്കോ ഒന്നും ഒരുപക്ഷെ ഇൻഷുറൻസ് ഉണ്ടാകാം. പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് ജീവൻ രക്ഷാ ഔഷധങ്ങൾ ഉൾപ്പെടെ, അത് ബ്രാൻഡഡ് മെഡിസിൻ ആയാലും ജനറിക് മെഡിസിൻ ആയാലും ലഭിക്കാൻ കഴിയാതെ പലരും വളരെയേറെ മരണത്തോട് മല്ലിടുകയും മരണപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ട്. അപ്പൊ ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകന്മാരുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ ആൾ വരുന്നത്, സങ്കടത്തോടു കൂടി വരുന്നത്, മരുന്ന് വാങ്ങാൻ
മാർഗമില്ല, മരുന്ന് വാങ്ങാൻ എന്തെങ്കിലും മാർഗം കൊണ്ടുവന്നാണ്. അതിനു വേണ്ടിയാണ് ഇന്ദിരാ ഫാർമസി, 2 ഇന്ദിരാ ഫാർമസികൾ 10 മാസത്തിനുള്ളിൽ ആരംഭിക്കും. ആ ഇന്ദിരാ ഫാർമസികളിൽ ജീവരക്ഷാ മരുന്നുകൾ പാവപ്പെട്ട ആളുകൾക്ക് വളരെ സൗജന്യ നിരക്കിൽ കൊടുക്കാൻ പറ്റും. ഞാൻ പാർലമെന്റ് മെമ്പർ ആയിരിക്കുമ്പോൾ കോവിഡ് കാലത്ത് 2 വർഷം നമ്മളെല്ലാവരും അടച്ചു പൂട്ടിയിരുന്നപ്പോ 64 ലക്ഷം രൂപയുടെ മരുന്നാണ് തൃശ്ശൂരിലെ അയ്യന്തോളിലുള്ള ചുങ്കത്തുള്ള MP ഓഫീസ് മുഖാന്തരം സൗജന്യമായി തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വിതരണം ചെയ്തു. മരുന്ന് ഉത്പാദക ഫാർമസികളുമായി ബന്ധപ്പെട്ടും ഓൾ കേരള ഡ്രഗ്സ് ആൻഡ് കെമിസ്റ്റ് അസോസിയേഷന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വം ബന്ധപ്പെട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അടക്കം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് 64 ലക്ഷം രൂപയുടെ മരുന്ന് സൗജന്യമായി കൊടുക്കാൻ വേണ്ടി കഴിയും. ഈ അനുഭവത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആരെ സമീപിച്ച് എങ്ങനെയാണ് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി പറ്റുക എന്ന് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ അവിടെ ഇന്ദിരാ ഫാർമസി മണലൂരിൽ നമ്മൾ ആരംഭിക്കും. ഇതേപോലെ വളരെ പാവപ്പെട്ട ഒരു സാധാരണക്കാരുമായ ആളുകൾക്ക് സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പ്രയാസമുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. 10 രൂപയ്ക്ക് ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന ലീഡർ ക്യാൻറ്റീൻ 2 എണ്ണം ആരംഭിക്കും. 10 മാസത്തിനുള്ളിൽ 2 എണ്ണം ആരംഭിക്കും. 10 രൂപയ്ക്ക് ഉച്ചയ്ക്ക് അവിടെ ആൾക്ക് ഭക്ഷണം കൊടുക്കും. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നല്ല ബോധ്യമുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ നാമത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്കും കൂടി ചേർത്തുകൊണ്ടുള്ള ലാബ് തെരഞ്ഞെടുക്കപ്പെട്ട 10 വിദ്യാലയങ്ങളിൽ, ഒരു പഞ്ചായത്തിൽ ഒരു വിദ്യാലയം, തൈക്കാട് മുനിസിപ്പൽ പ്രദേശത്ത്, ഗുരുവായൂർ മുനിസിപ്പാലിറ്റി തൈക്കാട് പ്രദേശത്ത് ഒരു വിദ്യാലയം, തെരഞ്ഞെടുക്കപ്പെട്ട 10 വിദ്യാലയങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും റോബോട്ടിക്കിന്റെയും കൂടി ചേർന്നിട്ടുള്ള 10 ലാബുകൾ 10 മാസത്തിനുള്ളിൽ ആരംഭിക്കും. ഇതേപോലെയാണ് രാജീവ് ഗാന്ധി സ്റ്റാർട്ടപ്പ് പാർക്ക്. ഒരുപാട് അഭ്യസ്തവിദ്യരായ ആളുകൾ തൊഴിലില്ലാതെ നമ്മുടെ നാട്ടിൽ യുവതി യുവാക്കൾ പലരും പ്രവാസ ജീവിതത്തിന് പോവുകയാണ്. നാട്ടിൽ അങ്ങനെ പഠിച്ചവരുടെ എല്ലാവരും നാട് വിട്ടു പോവുകയാണ്. പല വീടുകളിലും മാതാപിതാക്കൾ പ്രായം ചെന്ന മാതാപിതാക്കൾ മാത്രമായി മാറുന്നു. അവർക്ക് തൊഴിലവസരം കൊടുക്കാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കാൻ ആരും പലപ്പോഴും തയ്യാറാകുന്നില്ല. അതിന്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മണലൂരിലെ പ്രവാസികളായ ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റും സഹായവും സ്വരൂപിച്ച് നമ്മളൊരു രാജീവ് ഗാന്ധി സ്റ്റാർട്ടപ്പ് പാർക്ക് കൊണ്ടുവരും. അത് പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ താല്പര്യമുള്ള മണലൂർ നിയോജക മണ്ഡലത്തിലെ വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾക്ക് അവിടെ സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. പ്രവാസികളുടെ പിന്തുണ അതിനായി നൽകും. മണലൂരിൽ ഒരു ബ്രാൻഡ് കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലം തൃശ്ശൂരിന്റെ നെല്ലറയാണ് മണലൂർ. തൃശ്ശൂരിലെ ഏറ്റവും വലിയ കാർഷിക നിയോജക മണ്ഡലമാണ് മണലൂർ. അറബിക്കടലിനും കനോലി കനാലിനും അതേപോലെ നമ്മുടെ കോർനിലങ്ങൾക്കും ഇടയിലായി തൃശ്ശൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും വലിയ കാർഷിക വിസ്തൃതിയുള്ള മണ്ണാണ് മണലൂർ. അവിടുത്തെ നെല്ല് ജൈവ നെല്ല് ഉത്പാദിപ്പിക്കാൻ വേണ്ടി പറ്റും. അവിടെ നെല്ല് കൊണ്ട് അരി ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. മണലൂരില് കൊപ്രയ്ക്ക്, നാളികേരത്തിലെ കൊപ്രയ്ക്ക് പ്രത്യേകമായും വില കൂടുതലുള്ളതാണ്. ആ മണ്ണിന്റെ പ്രത്യേകത കൂടിയാണ്. പടിഞ്ഞാറൻ മേഖലയിലെ തീരപ്രദേശത്ത് പൂഴിമണലിൽ വളരുന്ന നാളികേരത്തിന്റെ എണ്ണയുടെ കണ്ടന്റ് കൂടുതലാണ്. അതേപോലെ തന്നെയാണ് കനോലി കനാൽ പടിഞ്ഞാറ് വശത്തുള്ളത്. അവിടെ നമ്മൾ ഒരു അതെല്ലാം ചേർത്ത് കാർഷിക വിളകൾ ചേർത്ത് ഏറ്റവും കൂടുതൽ പപ്പടം ഉത്പാദിപ്പിച്ചത് വിൽക്കപ്പെടുന്നത് തൈക്കാടാണ്. ഏറ്റവും കൂടുതൽ കളിമണ്ണ് കൊണ്ടുള്ള കുമ്പാര കോളനി ഉള്ളത് കണ്ടാണിശ്ശേരിയിലാണ്. ആ കുമ്പാര കോളനിയിലെ കളിമൺ ആളുകൾ ഉണ്ടാക്കുന്ന ശില്പം ആ പാവങ്ങൾക്കൊന്നും അതിനൊരു ഗുണം കിട്ടുന്നില്ല. അത് പലരും കൊണ്ടുപോയി മാർക്കറ്റാക്കാണ്. ആ കുമ്പാര കോളനി എന്ന് പറയുന്ന ആളൂർ കണ്ടാണിശ്ശേരിയിലെ കുമ്പാരന്മാരുടെ കോളനിയെ നവീകരിച്ച് അവിടുത്തെ കളിമൺ ശില്പികളെ ബന്ധപ്പെടുത്തി അത് ബ്രാൻഡ് ചെയ്യും. മണലൂരിലെ പപ്പടം ബ്രാൻഡ് ചെയ്യും. നെറ്റിപ്പട്ടം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെന്ന് ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് വെളിയിൽ പോകുന്നത് തൈക്കാട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ മണലൂരിൽ നിന്നാണ്. ആർക്കും അത് അറിയില്ല. പലരും കൊണ്ട് വിൽക്കപ്പെടുന്നത് എവിടെ നിന്ന് വരുന്ന അറിയുന്നില്ല. അത് നമ്മൾ മണലൂർ ബ്രാൻഡ് ചെയ്യും. മണലൂർ കാർഷിക വിളകൾ ഇതേപോലെ തന്നെ കരകൗശല വസ്തുക്കളുടെ മണലൂർ ബ്രാൻഡ് എന്ന് പറഞ്ഞു കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിലും അത് ബ്രാൻഡ് ചെയ്യുന്നത് 10 മാസം കൊണ്ട് നമ്മൾ തുടങ്ങും.
അതേപോലെ തന്നെയാണ് മണലൂരിൽ മഹിമ എന്ന പേരിൽ ഒരു ലൈവ് ഫെസ്റ്റിവലുകൾ തുടങ്ങുക. ഞാൻ ഫെസ്റ്റിവലുകൾ കേരളത്തിൽ ഒരു പക്ഷേ ഈ പഴയ പത്രക്കാർക്ക് അറിയാം, പിടിക്കുന്നവർ പഴയ ആളുകൾക്ക് പ്രത്യേകിച്ച് അറിയാം. നാട്ടിക ബീച്ച് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന സങ്കല്പം കേരളത്തിൽ ആദ്യമായി ബീച്ചിൽ കൂടിയത് നാട്ടികയിലാണ്. 2003 മാറാട് കലാപത്തിന് ശേഷം ഒരുമ എന്ന പേര്. അതേപോലെ തന്നെ രാമകാര്യ ഫിലിം ഫെസ്റ്റിവൽ ബീച്ചിൽ തുടങ്ങിയതും നമ്മൾ തന്നെയാണ്. കൊടുങ്ങല്ലൂർ MLA ആയിരിക്കുമ്പോഴും കൊടുങ്ങല്ലൂർ ഇതേപോലെ തന്നെ എല്ലാ വർഷവും ഒരു ഫെസ്റ്റിവൽ എല്ലാ പഞ്ചായത്തിലും നടത്തിയിരുന്നു. മണലൂരിന്റെ കാർഷിക, സാംസ്കാരിക, കല, പൈതൃകങ്ങളെല്ലാം ചേർത്തുകൊണ്ട് 10 ഗ്രാമങ്ങളിലും എല്ലാ വർഷവും വ്യത്യസ്തമായ ലൈഫ് ഫെസ്റ്റിവലുകൾ നടത്തും. അതിന്റെ പേര് മണലൂർ മഹിമ എന്നാണ്. ഇതുപോലെയാണ് വളരെ പ്രധാനപ്പെട്ടതാണ് പെരിങ്ങാട് എന്ന് പറയുന്ന പാവർട്ടി, വെങ്കിടങ്ങ്, മുല്ലശ്ശേരി പ്രദേശത്തെ പെരിങ്ങാട് പുഴയോരത്തെ സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് LDF ഗവൺമെന്റ്. അവിടെ വനമൊന്നുമില്ല. വനം മുഴുവത് നമ്മുടെ വനയോര കടൽ തീരത്തും കായൽ തീരത്തും വനമില്ലല്ലോ. വേറെ എവിടെയോ വനഭൂമി ഈ സർക്കാർ ആവശ്യങ്ങൾക്ക് ഏറ്റെടുത്തപ്പോ ആ വനഭൂമിക്ക് പകരം എവിടെയെങ്കിലും ഒരു വനം നോട്ടിഫിക്കേഷൻ നടത്തണം. അതിന് ഇരകളായത് പെരിങ്ങാട് എന്ന് പറയുന്ന 3 പഞ്ചായത്തുകൾ ബന്ധപ്പെടുന്ന കായൽ തീരത്തെ സാധാരണക്കാരായ 10,000-കണക്കിന് കുടുംബങ്ങളാണ്. വീട് വയ്ക്കാൻ പറ്റില്ല, പുഴയിൽ പോയി മത്സ്യബന്ധനം നടത്താൻ പറ്റത്തില്ല, അവിടെ ട്രാൻസാക്ഷൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് ആ നോട്ടിഫിക്കേഷൻ സാധുവാക്കണം. നേരത്തെ സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ നടത്തിയതാണ്. ആ മാർച്ചിൽ ഞങ്ങളൊക്കെ പങ്കെടുത്തതാണ്. എല്ലാ നാട്ടുകാരും ഒറ്റക്കെട്ടാണ്. LDF ഗവൺമെന്റ് ആണ് അത് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നത്. വനമില്ലാത്തിടത്തെ റിസർവ് ഫോറസ്റ്റ് ആക്കി മാറ്റി അവിടെ എല്ലാ നിയന്ത്രണം വനയോരത്തെ നിയന്ത്രണങ്ങൾ മുഴുവൻ ആക്കി കൊണ്ടുവന്ന് തീരദേശ ജനതയുടെ ജീവിതത്തെ പരിപൂർണമായും പ്രയാസപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് നമ്മൾ റീനോട്ടിഫൈ ചെയ്യിപ്പിക്കും, അത് റദ്ദാക്കിക്കും. അതാണ് 10 മാസത്തിലുള്ള മറ്റൊരു വാഗ്ദാനം. വേറൊന്നും പിന്നെ ഏറ്റവും കൂടുതൽ ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലമാണ് മണലൂർ. കോയമ്പത്തൂരിലെ നിയറസ്റ്റ് ബീച്ചാണ് വാടാനപ്പള്ളി. സ്നേഹതീരം ഉണ്ടാക്കിയത് ഞാൻ നേരത്തെ സ്നേഹതീരം ഉണ്ടാക്കിയത്. കൊടുങ്ങല്ലൂർ മുസ്ലിം പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കോട്ടപ്പുറം കായൽ തീരത്തെ ടൂറിസം കൊണ്ടുവന്നത് ഞാൻ അവിടെ കൊടുങ്ങല്ലൂർ MLA ആയിരിക്കുമ്പോഴാണ്. അന്ന് രാഷ്ട്രപതിയായ പ്രണബ് മുഖർജി ഉൾപ്പെടെ അവിടെ കൊണ്ടുവന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. അപ്പൊ ടൂറിസത്തിന്റെ സാധ്യതകൾ എങ്ങനെ ഗ്രാമതലത്തിൽ പ്രയോജനപ്പെടുത്താമെന്ന് പഴയ നാട്ടികയിലും പുതിയ കൊടുങ്ങല്ലൂരിലും 15 വർഷത്തെ ജനപ്രതിയുടെ അനുഭവത്തിൽ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച രാഷ്ട്രീയമൊന്നുമില്ല. മണലൂരിലെ വാടാനപ്പള്ളി ബീച്ചിൽ ഹൃദയതീരം എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാൻ വേണ്ടി വാടാനപ്പള്ളി ബീച്ചിനെ ഹൃദയതീരം എന്ന പ്രോജക്റ്റ് കൊണ്ടുവരിക. ഇതുകൂടാതെ കനോലി കനാലിന്റെ തീരങ്ങൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ബ്യൂട്ടിഫുൾ തീരങ്ങളാണ്. ഒരുപക്ഷെ ആലപ്പുഴയാണെന്ന് കായൽ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ആ ആലപ്പുഴയിലെ കായൽ തീരങ്ങളെക്കാൾ മനോഹരമായ നമ്മുടെ കനോലി കനാലിന്റെ തീരത്തിൽ ഓരോ തീരത്തിലും പ്രത്യേകമായ ഐഡന്റിറ്റികൾ കൊടുത്ത് കടൽ തീരം, വാടാനപ്പള്ളി ബീച്ചിലെ ഹൃദയതീരം, സമാന്തരമായി അതേപോലെ തന്നെ കായൽ തീരങ്ങളും ഹൃദയതീരത്തുമായി ബന്ധപ്പെടുത്തും. കോളനികളിൽ പക്ഷി നിരീക്ഷണത്തിന് ഉൾപ്പെടെ വരുന്ന 100 കണക്കിന് പ്രകൃതി സ്നേഹികളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിനൊന്നും ആവശ്യമായ വാച്ച് ടവറുകളൊന്നും നമുക്ക് ഇന്നില്ല. അതിരാവിലെയും സന്ധ്യയ്ക്കും കോളനിലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അതിനൊരു സൗന്ദര്യം. ആ സൗന്ദര്യം സന്ദർശകർക്ക് പ്രയോജനപ്പെടുത്തി ഒരു തരത്തിലുമുള്ള പാരിസ്ഥിതിക പരിവർത്തനങ്ങൾ ഒന്നും വരുത്താതെ തൃശ്ശൂരിന്റെ ഈ മണലൂർ നിയോജകമണ്ഡലം കോളനിലങ്ങൾ ബന്ധപ്പെടുത്തി അവിടെയും നമ്മള് ഹൃദയതീരം ടൂറിസവുമായി ബന്ധപ്പെട്ട അതൊരു ഹൃദയതീരം എന്ന് പറഞ്ഞ് കോളനിലങ്ങളിലെ മേഖലകളിലെ സൗന്ദര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കായൽ തീരവും വാടാനപ്പള്ളി ബീച്ചും കൂടി ബന്ധപ്പെടുത്തുന്ന ഒരു ഹൃദയതീരം പദ്ധതി കൊണ്ടുവരാണ്. ഏറ്റവും അവസാനമാണ് സാധാരണ MLA-മാർക്ക് റോഡ് MLA ഫണ്ട് വിനിയോഗിക്കുക, സംസ്ഥാന ബഡ്ജറ്റിൽ പണം വിനിയോഗിക്കുക. ഇതാണ് MLA-മാർ ചെയ്തു. ഞാൻ എന്റെ 15 വർഷം ഭരണവർഷത്തിരിക്കുന്നതാണ്. ഭരണവർഷത്തിരിക്കുമ്പോൾ കേരള നിയമസഭയുടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ അതിന് ചീഫുമായി പ്രവർത്തിച്ച ആളാണ്. MP ആയി പ്രവർത്തിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. MLA-മാരുടെ റോൾ എന്ന് പറയുമ്പോൾ MLA-മാർക്ക് ഒരു വർഷം 6 കോടി രൂപ ആസ്തി വികസന സ്പെഷ്യൽ ഫണ്ടായിട്ട് കിട്ടും. അത് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പങ്കുവെച്ച് കൊടുക്കാം, ബഡ്ജറ്റ് പ്രപ്പോസൽ കൊടുക്കാം. അതല്ലാതെ ഒരു MLA-ക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിന് എന്താണ് മടി എന്നാണ്. ജില്ലാ വികസന സമിതിയുടെ DDC,
താലൂക്ക് വികസന സമിതി ഉണ്ട്. പക്ഷെ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അതേപോലെ തന്നെ വികസന തൽപരരായ ആളുകളെയും പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളെയും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സൂചിയും നൂലും ആകുന്ന തുന്നിക്കൂട്ടത്തിൽ സൂചിയും നൂലിന് റോൾ എടുക്കാൻ പറ്റുന്നതാണ് MLA. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി കോൺസ്റ്റിറ്റ്യുവൻസി ഡെവലപ്മെന്റ് കൗൺസിൽ CDC അങ്ങനെ ഒരു ചിന്തയും ഒരു ചർച്ചയും ഇന്ത്യയിൽ ഒരിടത്തുണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമായി കോൺസ്റ്റിറ്റ്യുവൻസി ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന പേരിൽ മണലൂരിൽ ഒരു കൗൺസിൽ വരികയാണ്. MLA ആയിരിക്കും അതിന്റെ ചെയർമാൻ. അവിടെ എല്ലാ ലോക്കൽ ബോഡി, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ നോൺ പൊളിറ്റിക്കലായി അതിലുണ്ടാകും. അവിടെയുള്ള എല്ലാ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാകും. ഈ ജില്ലയിൽ ഏതെങ്കിലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അതിന്റെ കൺവീനറായി പ്രവർത്തിക്കും. അത് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റുന്ന നല്ല കോൺഫിഡൻസ് ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന് പറയണം. അതൊരു NGO ആയി പ്രവർത്തിക്കും. ഞാൻ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞ NGO ഉണ്ടാക്കി അതിന്റെ കീഴിൽ അച്ഛനും അമ്മയും പിന്നെ നഷ്ടപ്പെട്ട മക്കള് അല്ലെങ്കിൽ അച്ഛനും അമ്മയും മരിച്ച മക്കൾക്ക് സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് കൊടുക്കുന്ന MLA ആയിരിക്കുമ്പോൾ ഞാൻ മോഹൻലാലിനെ അംബാസിഡറായി കൊണ്ടുവന്നത് പഴയ കാലത്ത് ഓർമ്മയുണ്ടാവും. ഇന്നത് കേരള ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ പ്രോഗ്രാമാണ്. സോഷ്യൽ സെക്യൂരിറ്റി മിനിസ്ട്രി ഇതേ പേര് ഞാൻ കൊണ്ടുവന്ന അതേ സ്നേഹപൂർവ്വം പേരിലാണ് അതൊന്ന് എല്ലാ വിദ്യാലയങ്ങളിലും നടപ്പിലാക്കി വരുന്നത്. ഞാൻ എന്റെ സ്വന്തം പ്രോജക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് NGO ആയി ഞാൻ അതിന്റെ ചെയർമാനും പ്രൊഫസർ PC തോമസ് മാസ്റ്റർ, നമ്മുടെ ഈ എൻട്രൻസ് പരീക്ഷ നടത്തുന്ന പ്രൊഫസർ PC തോമസ് മാസ്റ്റർ, അതിന് ട്രസ്റ്റ് മെമ്പറുമായി ഞാൻ ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റ് NGO ആയിട്ടാണ് നടത്തി വരുന്നത്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യുവൻസി ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നതിന് ഒരു NGO ആയി രജിസ്റ്റർ ചെയ്യും. ആ NGO ആ നിയോജക മണ്ഡലത്തിൽ എവിടെ കുടിവെള്ള പ്രശ്നമുണ്ടോ, റോഡ് പ്രയാസമുണ്ടോ, ഏതെങ്കിലും വികസനത്തിന് തടസ്സമുണ്ടോ, ഫണ്ടിന് സ്കേഴ്സിറ്റി ഉണ്ടോ, ഈ ലോകത്ത് വെറും ഗവൺമെന്റ് ഫണ്ടുകൾ മാത്രമല്ല, ബഡ്ജറ്റ് ഫണ്ടുകൾ മാത്രമല്ല, CSR എന്ന് പറയുന്നത് ഭയങ്കര സ്കീം. എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ടുകളുണ്ട്. ആ സ്വാമിക സുരക്ഷയ്ക്ക് വേണ്ടി ലാഭകരമായി നടത്തുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയും ഫണ്ടുകൾ ആവശ്യത്തിന് വിനിയോഗിക്കാൻ വേണ്ടി മുൻകൈ എടുക്കേണ്ടതിന്റെ ഒരു ലീഡർഷിപ്പാണ് ജനപ്രതിനിധികൾ എടുക്കേണ്ടത്. അയാൾ വേണ്ടി ഞാൻ ആ ലീഡർഷിപ്പ് എടുക്കുന്ന അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഡെവലപ്മെന്റ് കൗൺസിൽ വരികയാണ്. ഞാൻ MLA ആയ ആദ്യത്തെ 10 മാസത്തിനുള്ളിൽ ആ കൗൺസിൽ രജിസ്റ്റർ ചെയ്യും. അതൊരു NGO ആക്കും. അതിന് മണലൂരിൽ ഒരു ആസ്ഥാനം ഉണ്ടാകും. അത് 2 വർഷത്തിനുള്ളിൽ സ്വന്തമായി സ്ഥലവും ആസ്ഥാനമുള്ള സ്ഥലമായി മാറും. അത് മണലൂരിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സംഘടനകൾ പറയാനും ആവശ്യങ്ങൾ പങ്കുവെക്കാനുള്ള അവരുടെ ഒരു ആസ്ഥാന മന്ദിരമായി മാറും. അത് ഈ 10 ഗ്യാരണ്ടി ഞാൻ നാളെ KC വേണുഗോപാല് 10 മണിക്ക് പാർക്കിൽ വന്ന് ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ഇത് വളരെ ഉത്തരവാദിത്വം എന്റെ കയ്യൊപ്പോട് കൂടിയാണ് ഞങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നത്. ഒളിച്ചു കൊടുക്കുന്ന ഇലക്ഷൻ കാലത്ത് എന്തെങ്കിലും വാക്ക് നൽകി ഒളിച്ചു കൊടുത്ത ജനപ്രതിനിധിയല്ല. എന്നെ അറിയുന്ന ആളുകൾക്ക് മുഴുവൻ അറിയാം. ഞാൻ MLA സ്ഥലത്തൊക്കെ ചെയ്ത കാര്യവും ആളുകൾക്ക് അന്വേഷിച്ചാൽ ബോധ്യമാകും. ഒരു കാര്യം പറഞ്ഞാൽ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. ആരുടെയും കയ്യും കാലം പിടിക്കും. ജനങ്ങൾക്ക് വേണ്ടി ആരുടെ മുന്നിൽ പോയി കയ്യും കാലം പിടിക്കാനും കൈ നീട്ടാനും മടിയില്ലാത്ത കൂട്ടത്തിലായതുകൊണ്ട് നമ്മൾ ആളുകൾ വിശ്വാസം കൊടുത്തുകൊണ്ട് പറഞ്ഞ വാക്ക് പാലിക്കും. ഈ 10 മാസത്തിനുള്ളിൽ മണലൂരിൽ തുടക്കം കുറിക്കും. അതോടൊപ്പമാണ് ഇത് ഒരു മാനിഫെസ്റ്റോയാണ്. അത് കരടാണ്. ഈ മാനിഫെസ്റ്റോ നാളെ ഇതിന്റെ KC വേണുഗോപാൽ സമർപ്പിക്കും. ഏതെങ്കിലും നിങ്ങളെല്ലാവരും ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രിന്റഡ് മീഡിയയുടെ വിഷ്വൽ മീഡിയയിലെ ആളുകൾ തന്നെ ഇതിനു മുൻപ് നിങ്ങൾ ഒരുപാട് ഇലക്ഷൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാനിഫെസ്റ്റോ ഇറക്കിയതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും 60+ ആയ ഒരു പൊതുപ്രവർത്തകനാണ്. എന്റെ ജീവിതാനുഭവത്തിൽ ഞാൻ എടുത്തും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതും ഒരു റെക്കോർഡാണ്, ഇതും ഒരു തുടക്കമാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ കോൺസ്റ്റിറ്റ്യുവൻസി ഡെവലപ്മെന്റ് കൗൺസിലിന്റെ കീഴിൽ തുടക്കം കുറിക്കും. വളരെ സന്തോഷത്തോടു കൂടി ഇത് തൃശ്ശൂർ പ്രസ് ക്ലബിൽ വന്ന് പറയാൻ കഴിഞ്ഞതിന് വലിയ അഭിമാനമുണ്ട്. കാരണം എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ ഒരാള് തൃശ്ശൂർ നഗരത്തിൽ
40 കൊല്ലം മുമ്പ് ഒരു വിദ്യാർത്ഥി പ്രവർത്തകനായി ഇവിടെ കൃഷ്ണകുമാറിൽ ഇരിക്കുന്നുണ്ട്. 40 കൊല്ലം മുമ്പ് ഒരു വിദ്യാർത്ഥി പ്രവർത്തകനായി നഗരത്തിൽ വന്ന ഒരാളായിരുന്നു ഞാൻ, ഒരു തീരദേശ ഗ്രാമത്തിൽ നിന്നും. അപ്പൊ എന്നെ പോലെ ഒരാള് ഈ കാണുന്ന രീതിയിൽ മോൾഡ് ചെയ്തതിലും വളർത്തിയെടുത്തതിലും പ്രോത്സാഹിപ്പിച്ചതിലും തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകന്മാർ അത് നോൺ പൊളിറ്റിക്കൽ ആയിരുന്നു എന്ന് എനിക്കറിയാം. പ്രത്യേകിച്ചും എന്റെ പൊളിറ്റിക്കൽ ആശയത്തോട് വ്യത്യാസമായ ആശയമുള്ള മാധ്യമ പ്രസ്ഥാനങ്ങളിലെ ആളുകൾ പോലും എന്നെ പോലെയുള്ള ആള് നന്നായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വിമർശിക്കുമ്പോഴും ആ വിമർശനം ക്രിയാത്മകമായ വിമർശനമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാധ്യമങ്ങളുടെ ഏത് ക്രിയാത്മകമായ വിമർശനത്തെയും പോസിറ്റീവായി കണ്ട് റിലേഷൻഷിപ്പ് തുടരുന്ന ആളാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഒരു ജീവിതത്തിൽ ആദ്യമായി ഒരു പൊതുപ്രവർത്തകന് ഇത്തരം ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടി കഴിയുമ്പോൾ വലിയ ആത്മവിശ്വാസത്തോടെ കോൺഫിഡൻസോട് കൂടി അതെനിക്ക് എവിടെയാണ് ആദ്യം പറയേണ്ടത് ചോദിക്കുമ്പോൾ എന്നെ ഞാനാക്കി മാറ്റിയതിൽ വലിയ ഒരു മോറൽ സപ്പോർട്ട് നൽകിയ തൃശ്ശൂർ മാധ്യമ പ്രവർത്തകരുടെ മുന്നിലാണെന്ന് ആ അഭിമാനത്തോടെ ശിരസ് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ് ഞാൻ വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി എന്റെ സ്വപ്നങ്ങളും എന്റെ ആഗ്രഹങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ യാത്രയിലെ ഈ പ്രധാനപ്പെട്ട നാഴികക്കല്ല് നിങ്ങളുടെ മുന്നിൽ വിനയപൂർവ്വം സമർപ്പിക്കുകയാണ്. മണ്ഡലത്തില് പര്യടനമൊക്കെ നടത്തിയ അവസ്ഥയില് എന്താണ് ഇപ്പൊ അവിടുത്തെ അവസ്ഥ? അവിടുത്തെ ഒരുപാട് വികസനങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് നിലവിലുള്ള ഇടതുമുന്നണി സർക്കാരിന്റെ ഭാഗം. അതിനെ കുറിച്ചും നിങ്ങളുടെ ഭാവി സ്വപ്നങ്ങളൊക്കെ പറഞ്ഞു. അവിടെ ഒരു എന്തെങ്കിലും ആക്ഷേപങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ടോ? പെരിങ്ങാട് വിഷയത്തിൽ എത്ര കണ്ട് UDF ഇടപെട്ടിട്ടുണ്ട്. അവർ നിരവധി പത്രസമ്മേളന ഭാഗങ്ങളൂടെ നടത്തിയിട്ടുള്ളത്. അന്നൊന്നും അതിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് കണ്ട കാലം എവിടെയായിരുന്നു? ഒരുപാട് വിഷയങ്ങൾ അവിടുത്തെ വികസനങ്ങളെ സംബന്ധിച്ച് പറയാണ്ടോ? കോട്ടങ്ങളുണ്ടോ? പെരിങ്ങാട് വിഷയത്തിൽ കേരള നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചത് ആരാ കേട്ടാ? VD സതീശൻ. ആര് VD സതീശൻ പ്രതിപക്ഷ നേതാവ്? ആര് പറഞ്ഞില്ല VD സതീശൻ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചത്? ഞങ്ങൾ പറഞ്ഞിട്ട് ആ കാര്യം സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് പെരിങ്ങാട്ടുകാർ കൊണ്ടുപോയി സമരം നടത്തിയതാരാ? ഞങ്ങൾ മുൻകൈ എടുത്തത്. ഞങ്ങളാണ് നിയമസഭയിൽ അവതരിപ്പിച്ചത്, ഞങ്ങളാണ് കൊണ്ടുവന്നത്. ഞാൻ പദയാത്ര നടത്തിയാണ് പൊന്നു ചേട്ടാ. വെങ്കടൂർ മുതൽ ഇതിന് ഈ പാർട്ടി വരെ തീരപ്രദേശത്തോടെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അവർക്ക് വേണ്ടി വെയില് കൊണ്ട് പദയാത്ര നടത്തിയാണ് ഞാൻ. അത് ചേട്ടന്റെ ഓർമ്മയിൽ വരാതെ എനിക്ക് സങ്കടമുണ്ട്. അങ്ങനെ അത്രമാത്രം ഇനിഷ്യേറ്റീവ് ഈ പെരുന്നാൾ വിഷയത്തിൽ എടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെയാണ് VD സതീശന്റെ യാത്ര വന്നപ്പോൾ പാവർട്ടിയിൽ വെച്ച് ഈ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്ന് VD സതീശനോട് അപ്പൊ തന്നെ പരസ്യമായി മൈക്രോൺ പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിലുള്ള ആദ്യത്തെ ക്യാബിനറ്റ് ഈ ഉത്തരവ് റദ്ദാക്കുമെന്ന് പറയണ്ടായി. അപ്പൊ അതിനകത്ത് ചേട്ടന്റെ ശ്രദ്ധയിൽപ്പെടാണ്ട് പോയതിൽ എനിക്ക് പ്രശ്നമില്ല. പിന്നെ വികസനത്തിന്റെ കാര്യത്തിൽ ഞാൻ ആരോടും തർക്കിക്കാനില്ല. രാഷ്ട്രീയ എന്റെ മുൻഗാമികൾ ആരും മോശക്കാരാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു പോസിറ്റീവ് ഇലക്ഷൻ കാണാൻ ആഗ്രഹിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് കുറെ കാലത്തിനനുസരിച്ച് മാറ്റം വേണം. ഇന്ന് പുതിയ തലമുറയും ജെൻസി ജനറേഷനും പുതിയ സമൂഹവും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ നിഷേധാത്മക വിമർശനാത്മക രാഷ്ട്രീയത്തെക്കാൾ അപ്പുറത്ത് നിങ്ങൾക്ക് എന്താണ് ജനങ്ങൾക്ക് വേണ്ടി നൽകാനുള്ളത്, നിങ്ങൾക്ക് എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ളത്, അങ്ങനെ ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടിന്റെ കാരണം ഞാനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മനസ്സിൽ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ പൊളിറ്റീഷ്യനാണ്, സാധാരണ പൊതുപ്രവർത്തകനാണ്. എന്റെ മുൻഗാമികൾ ആരെയും ഞാൻ ചെറുതായി കാണാൻ ആഗ്രഹിക്കുന്നില്ല, ആരെയും മോശക്കാരായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരവരുടേതായ കഴിവിനനുസരിച്ച് അവരവരൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ബാക്കി ജനങ്ങൾ പറഞ്ഞോട്ടെ, ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. പിന്നെ ആവശ്യമില്ലാതെ വ്യക്തിപരമായി ആരെയും പ്രയാസപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുമില്ല. എനിക്ക് അതിന് വ്യക്തിപരമായ വിമർശനം വരുമ്പോൾ ഒരു പുഞ്ചിരിച്ച് അതിനെ ഫേസ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളാണ്. അതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിന്റെ ഭാഗമാണ്, ഇതൊരു പോസിറ്റീവ് ടേണിംഗ് ആണ്, ഇതൊരു പോസിറ്റീവ് ഇൻവോൾവ്മെന്റ് ആണ്. ഈ ഇൻവോൾവ്മെന്റിന് നിങ്ങളെല്ലാവരെയും ഒരു പോസിറ്റീവ് സപ്പോർട്ട് നൽകും. ഞാനൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് ഈ കാര്യത്തിൽ ഒഴിവാക്കി തന്ന സന്തോഷമായിരിക്കും. ഏപ്രിൽ മാസം ഇലക്ഷൻ കഴിഞ്ഞ് മെയ് 5 വോട്ടെണ്ണി കഴിഞ്ഞാൽ ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം മുതൽ 10 മാസത്തിനുള്ളിൽ ഈ സ്കീമുകൾ ആരംഭം കുറിക്കും. നോ ഡൗട്ട് 10 മാസത്തിൽ ആരംഭം കുറിക്കും. 10 മാസം പൂർത്തിയാകുമെന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ ഞാനും റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്, ഞാനും ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. 10 മാസം കൊണ്ട് പൂർത്തിയാകുമെന്ന് 10 മാസത്തിനുള്ളിൽ ഇത് തുടക്കം കുറിക്കും. ഒരു നിമിഷം കുറിക്കും കുറിക്കും കുറിച്ച്
കോൺഫിഡൻസ് 100% ഉറപ്പ്. ഞാൻ ഇത്രയും 20 വർഷം പാർലമെന്ററി പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുണ്ട്. 7 വർഷം ലോക്കൽ ബോഡി ജനപ്രതിയായിട്ടുണ്ട്. ഈ ചെറിയ പ്രായത്തിൽ വിദ്യാർത്ഥി പ്രവർത്തകരായിരിക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ 24 വയസ്സിൽ ലോക്കൽ ബോഡി ജനപ്രതിയായാണ്. ഈ അനുഭവം ഈ കാര്യത്തിൽ ഒരു ഹെഡ്മാസ്റ്റർ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ പോലും ഒരു സാധാരണ ഒരു സ്കൂൾ മാഷ ഒരു അനുഭവം ഉണ്ട്. എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട്. ഒരു സംശയം വേണ്ട. തുടക്കം കുറിച്ചില്ലെങ്കിൽ എന്ന ക്വസ്റ്റ്യൻ അവിടെ ഇരിക്കുന്നില്ല. തുടക്കം കുറിച്ചിരിക്കും, പലതും പൂർത്തിയാക്കിയിരിക്കും 10 മാസത്തിനുള്ളിൽ. ഞാൻ തുടക്കം കുറിക്കുന്നതേ പറയുന്നുള്ളൂ, പക്ഷെ പലതും 10 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കും. യെസ്. ഇതിന് ഹ്രസ്വകാല അടിസ്ഥാനത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലും പ്രോജക്റ്റ് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതിന് നിങ്ങളുടെ എല്ലാവരും പ്രോത്സാഹനം കൊണ്ട് അതിനൊരു ചെറിയ കോമൺ സെൻസ് എനിക്ക് നിങ്ങളെല്ലാവരും കൂടി തന്നിട്ടുണ്ട്. അതിനു വേണ്ടിയല്ലേ ഞാനൊരു കയ്യിൽ എന്റെ ഇടത് കയ്യിൽ അതും വലത് കയ്യിൽ 10 ഗ്യാരണ്ടിയും ഇടത് കയ്യിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട കാര്യവുമായിട്ട് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ഇന്ന് നാളെ തൊട്ട് ഞാനിത് ജനങ്ങളുടെ മുന്നിലേക്ക് പോകും. ഇത് ജനങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം. ഞാനൊരു പൊളിറ്റിക്കൽ വേറൊരു രാഷ്ട്രീയ ക്യാമ്പയിനർ ഇതാണ് എന്റെ പൊളിറ്റിക്സ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോസിറ്റീവായ കാര്യം ചെയ്യുന്നതാണ് എന്റെ രാഷ്ട്രീയം. എന്റെ ഫേസ് കണ്ട കൃഷ്ണമാരെന്ന് ഞാൻ സാധാരണ എന്തെങ്കിലും ടെൻഷനുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് തോന്നുന്നുണ്ട്. 2019 പാർലമെന്റ് ഇലക്ഷൻ എനിക്ക് 12,793 ഭൂരിപക്ഷമുണ്ടായ സ്ഥലമാണ് മണലൂർ. പാർലമെന്റിന്റെയും പഞ്ചായത്തിന്റെയും നിയമസഭയുടെയും പാറ്റേൺ വേറെയാണ്. പിന്നെ എല്ലാ ജനങ്ങൾക്കും ആളുകൾ തിരിച്ചറിയും. ഞാൻ നാട്ടിക ശ്രീനാരായണ കോളേജ് ഡിഗ്രി പഠിക്കുന്ന കാലത്ത് VM സുധീരൻ അവിടെ മത്സരിക്കുമ്പോ 7 ചാർത്തിയ അശ്വരഥത്തിൽ ഏഴവർ തന്നോട് രക്ഷകനായി ഇതിലെ വരുന്നു വീര സുധീരൻ സിന്ദാബാദ് എന്ന് പിന്നെ VM സുധീരൻ സിന്ദാബാദ് എന്ന് പറഞ്ഞത് അന്ന് ഒരു മുദ്രാവാക്യ പാട്ട് എഴുതി കോളേജിൽ കുട്ടികളെ കൊണ്ട് രാമോണിപ്പള്ളിയും തറയുമായി മണലൂരിലെ ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ളതാണ്. ആ സഞ്ചാരം മുഴുവൻ അന്ന് മുതൽ തുടങ്ങിയ സഞ്ചാരം ഇന്ന് വരെ എന്റെ എല്ലാ ദിവസത്തെ നോക്കും. എന്റെ വീട് വാടാനപ്പള്ളിയുടെ ബൗണ്ടറിയിലാണ്. ഞാൻ അമ്മ ജനിച്ചത് വാടാനപ്പള്ളി. എന്റെ വീടും വാടാനപ്പള്ളി ബൗണ്ടറി എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. എന്റെ സ്വന്തം സ്ഥലം, എന്റെ സ്വന്തം മണ്ണാണ് വാടാനപ്പള്ളി. അതിലൊരു സുമാർ നേരിട്ട് കാത്തിരുന്ന മെയ് മാസം 5-ാം തീയതി ഈ നേരമാക്കുമ്പോ എന്റെ സേവനായ കൃഷ്ണകുമാറിന് സന്തോഷിക്കാൻ വകയുണ്ടാവും മണലിൽ നിന്ന്.